ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാ അനുസുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയുവാനിടയായി. ഇന്നും അതിൻ്റെ ബാക്കിയായിട്ട് 2-3 കാര്യങ്ങൾ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, 1 പാപക്ഷമ, 2 പുത്രത്വം, 3 രക്ഷ. ഇത് 3 വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആധാരമായിട്ടൊരു വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം, ദൈവത്തിന് സ്തോത്രം, 2-ാം അധ്യായം, അതിൻ്റെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം, 3-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. അപ്പം നമ്മളെന്താ ഈ വിശ്വാസം നമ്മുടെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഹല്ലേലൂയ കർത്താവെങ്കിലുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ പോയി ഹല്ലേലൂയ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം എന്ന് വാഗ്ദത്തം ചെയ്ത് പോയവൻ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. ദൈവത്തിന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നമ്മളിൽ കടന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ശക്തിയോട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവിടെയാണ് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെയും പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നീതീകരണം. ഹല്ലേലൂയ. റോമാലേഖനം, ദൈവത്തിന് സ്തോത്രം, 3-ാം അധ്യായം, അതിൻ്റെ 28 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ. റോമാലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 28-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ല. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ നീതി ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം എന്താ പ്രിയമുള്ളവരെ? നമുക്കൊരു നീതീകരണം ദൈവം ഒരുക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനപ്പുറമായിട്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് തമ്പുരാൻ കൊടുക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വലിയൊരു വിടുതലാണെന്ന് ദൈവവചനം നമ്മളെ ഇവിടെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മേളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനും നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. എങ്ങനെയാണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുക. ഹല്ലേലൂയ. ഒരു നീതീകരണമുണ്ട് പ്രിയമുള്ളവരെ. വിശ്വാസത്താൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയെന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ദൈവം നിർത്തിയെന്ന് ഇവിടെ വായിക്കുന്ന, പരസ്യമായി നിർത്തി. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വലിയ നീതീകരണം ദൈവം ഒരുക്കി തരുവാനായിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ നീതീകരണം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞിട്ട് യഥാർത്ഥമായി ഒരുവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് ഹല്ലേലൂയ നീതീകരണം നമുക്ക് ഒരുക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുള്ള ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഹല്ലേലൂയ മരിച്ചത് മൂലം എനിക്ക് നീതീകരണം ലഭിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നമ്മൾ വായിക്കുന്നു, യാക്കോബിൻ്റെ ലേഖനത്തിൽ കടന്നു പോകുമ്പോൾ നമുക്കൊരു അവകാശം കർത്താവ് നൽകി തന്നു വിശ്വാസം മൂലം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 2-ാം അധ്യായം, അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ
തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, നമുക്കൊരു അവകാശം. എന്താ അവകാശം? ഹല്ലേലൂയ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കിയെന്ന ഈ ലോകത്തിൽ നമ്മൾ ദരിദ്രരാണെങ്കിലും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ദൈവം നമ്മളെ സമ്പന്നരാക്കിയെന്ന ദൈവത്തിന് സ്തോത്രം. ആ ഒരു അവകാശം ഹല്ലേലൂയ സ്വർഗം നമുക്ക് നൽകി തന്നെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് താഴോട്ടുമായി ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവനല്ലയോ നിങ്ങളെ ന്യായസ്ഥാനത്തിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? ദൈവത്തിന് നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവൻ അല്ലയോ ദൂഷിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ താഴെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് എന്താ അവകാശം? ദൈവത്തിന് സ്തോത്രം. തന്നെ വിശ്വാസത്താൽ സമ്പന്നരായെന്ന നമ്മൾ ഹല്ലേലൂയ സമ്പന്നത ദൈവം വരുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ സമ്പന്നരായി തീർന്നു. എന്താ? നമുക്കൊരു വാഗ്ദത്തം കർത്താവ് നൽകി തന്നു. എന്താ വാഗ്ദത്തം? ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളാക്കിയെന്ന. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മളെ അവകാശികളാക്കി. ദൈവത്തിന് സ്തോത്രം. അതാ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ മറന്നു പോകരുത്. ആ സ്വർഗത്തിൽ നമ്മളെ അവകാശികളാക്കിയെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദരിദ്രരാണെങ്കിലും വലിയ സമ്പന്നരാക്കി തീർത്തെന്ന്. ഹല്ലേലൂയ. നമുക്ക് ആ അവകാശം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ദൈവത്തിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളാകേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുതോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാ പ്രിയമുള്ളവരെ. പിന്നെയും നമുക്കറിയാം ശക്തി. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പേ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും 1 തെസ്സലോനിക്കർ 1:3 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു. 1 തെസ്സലോനിക്കർ 1:3. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. അവിടെ നമുക്ക് കാണുന്നത് നമ്മെ ശക്തീകരിച്ചെന്ന. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 1:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായ സന്നിധിയിൽ ഓർത്ത്. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നില്ല. അതിൻ്റെ മേളിത്തോട്ട് വായിക്കണം 2 മുതൽ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും. തെസ്സലോനിക്കയിലുള്ള സഭയോട് പറയുക, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും ഹല്ലേലൂയ പ്രയത്നവും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവം പിതാവായ സന്നിധിയിൽ ഓർത്ത്. ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ വേല. ദൈവത്തിന് സ്തോത്രം. പ്രയത്നം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വിശ്വാസത്തിൽ ഒരു വേല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ വേലയെന്നാണ് ഇവിടെ വചനം പറയുന്നത്. സ്നേഹത്തിൻ്റെ പ്രയത്നം. ദൈവത്തിന് ആ സഭയ്ക്ക് ഉണ്ടായിരുന്ന തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാ ദൈവം നമ്മുടെ ദൈവവും പിതാവായ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുവാൻ കാരണം എന്താ? വിശ്വാസത്തിൻ്റെ വേല. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന ആ പ്രയത്നം, അവർ ചെയ്യുന്ന ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ വേല. ആ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ ദൈവത്തിന് സ്തോത്രം. അത് ഓർത്തിട്ട് ഹല്ലേലൂയ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കത് കഴിയണം പ്രിയമുള്ളവരെ. ദൈവസഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ വചനം നമ്മളെ പഠിപ്പിക്കുക. ക്രിസ്തു നിവാസിലുള്ള നിവാസം. 3:14 എഫേസ്യ ലേഖനം 3:14 വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു വാക്യം കാണുവാൻ കഴിയുന്ന എഫേസ്യ ലേഖനം 3:14. ഹല്ലേലൂയ. അതോടെ വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. 3 എഫേസ്യ ലേഖനം 3:14 ഇങ്ങനെ കാണുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവത്തിൻ്റെ സന്നിധി മുട്ടുകുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ദാനത്തോടെ അവൻ്റെ ആത്മാവിൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഹല്ലേലൂയ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും
പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണമെന്ന് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. അവിടെ പറയുന്നത് ഇങ്ങനെ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ദൈവത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് വസിക്കണം. എത്ര പേർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്? എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് വരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പൗലോസ്. നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പം നമ്മളെന്താ? സ്നേഹത്തിൽ വേരൂന്നണം. സ്നേഹത്തിൽ വേര് എങ്ങനെ ഇങ്ങനെ പടർന്നു പോകുന്നത് പോലെ സ്നേഹത്തിൽ നമ്മളങ്ങനെ പടർന്നു പോകണമെന്ന്, മറ്റുള്ളവരോട് സ്നേഹമുള്ളവരായി തീരണമെന്ന് എഫേസ്യസിലുള്ള വിശുദ്ധന്മാരോട് പറയുമ്പോൾ അത് നമ്മളോട് കൂടിയാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വീതി നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട്. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ആ വീതിയും നീളവും ഉയരവും ആഴവും അതാർക്കും ദൈവത്തിന് അളന്ന് തിട്ടപ്പെടുത്താനൊക്കത്തില്ല. അതുപോലെ അത് കർത്താവിൻ്റെ സ്നേഹം, അതുപോലുള്ള സ്നേഹത്തിൽ നമ്മൾ വേരൂന്നണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താ? എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അതാ ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നിറഞ്ഞു വരണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകണമെന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവ് വരണമെന്ന് നമ്മൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. പ്രിയങ്ങളെ, വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന രാവിലെ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരെ ശക്തി നൽകട്ടെ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസ്ഥനെ സമർപ്പിക്കാം. വചനത്തിന് മുമ്പിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നത് ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മറുപടി ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ. ആമീൻ. സ്തോത്രം.